നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആദവനാട് കാട്ടിലങ്ങാടി സ്വദേശിയായ യുവാവിനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. തിരുനാവായ എടക്കുളത്ത് ദമ്പതികൾക്ക് തീപ്പൊള്ളലേറ്റു. കാതനപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പട്ടാമ്പി സ്വദേശികളായ വീട്ടമ്മയ്ക്കും ഭർത്താവിനുമാണ് തീപ്പൊള്ളലേറ്റത്. കടങ്ങാത്തുകുണ്ട് സപ്ലൈകോ NFC ഗോഡൌണിൽ നിന്നും 2,78,00,000 രൂപയുടെ ധാന്യങ്ങൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. അഴിമതിയിൽ പൊതുജന പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായി ജൂലൈ 15 വൈകിട്ട് 3:30 കടങ്ങാത്തുകുണ്ട് ഗോഡൌണിൽ നടത്തുന്ന പ്രതിഷേധ ജ്വാല DCC പ്രസിഡന്റ് VS ജോയ് ഉദ്ഘാടനം ചെയ്യും. മലയാള ഭാഷാ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ പൂർണ്ണാംഗമായ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ബ്രോഷർ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പ്രകാശനം ചെയ്തു. സഹകരണ സ്ഥാപനങ്ങൾ നാടിന്റെ നന്മയ്ക്ക് കരുത്തേകാൻ ഒരുമിക്കാം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ റീജിയണൽ ഹൌസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇടപാടുകാരുടെ സംഗമം നടത്തി. വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കുക, തുടർച്ചയായ 6 പ്രവൃത്തി ദിനങ്ങൾ ഒഴിവാക്കുക, വിദ്യാർത്ഥികളുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ KSTS സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന അധ്യാപക ധർണയുടെ ഭാഗമായി തിരൂർ ഉപജില്ലാതല ധർണ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ചു. തിരൂർ MES സെൻട്രൽ സ്കൂളിലെ മോണ്ടിസോറി വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളോടെ ഫ്രൂട്ട്സ് ഡേ ആഘോഷിച്ചു. തിരൂർ നഗരസഭ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നുകൊടുക്കാൻ നഗരസഭാ കൌൺസിലിൽ തീരുമാനം. കരാറുകാരൻ ആവശ്യപ്പെട്ട തുകയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന സമീപനമാണ് നഗരസഭയുടേതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാൻ സെക്രട്ടറി വഴിയൊരുക്കി തരട്ടെയെന്ന് ചെയർപേഴ്സൺ AP നസീമ. അടിയന്തരമായി പരിഹാരം കാണും. 1 വർഷത്തിൽ 4 ലക്ഷത്തിലധികം രൂപ വരുമാനമുണ്ടാവുന്ന രീതിയിലാണ് വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കുന്നതെന്നും നഗരസഭയുടെ കീഴിലുള്ള സ്കൂളുകളിൽ സന്ദർശനം നടത്തും. തിരൂർ നഗരസഭാ സ്റ്റേഡിയം നവീകരണം ഏറെ താമസിയാതെ ഉണ്ടാവുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. തെരുവ് വിളക്ക് വിഷയത്തിൽ സെക്രട്ടറിയുടെ തീരുമാനത്തെ ശരിവെച്ച് പ്രതിപക്ഷം. 35 ലക്ഷം രൂപ കുടിശ്ശികയുള്ളയാൾക്ക് കരാർ നൽകുന്നതിൽ സെക്രട്ടറി പറയുന്നതിൽ ശരിയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ് പറഞ്ഞു. നിർഭയത്വം ഏകദൈവ വിശ്വാസത്തിലൂടെ എന്ന പ്രമേയവുമായി ISM മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളന പ്രഖ്യാപനം ഞായറാഴ്ച കോട്ടക്കൽ വ്യാപാര ഭവനിൽ KNM സംസ്ഥാന വൈസ് പ്രസിഡന്റ് AP അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്യും. 30ഓളം കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് താനൂർ പോലീസിന്റെ പിടിയിൽ. മാസ്റ്റർ പടി സ്വദേശി കാക്കോച്ചിന്റെ പുരക്കൽ സഫ്വാനെയാണ് പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.